അവൻ പറഞ്ഞ അവനൊരു മുട ഇല്ലേ താഴെ കുറച്ച് കളിപ്പാട്ടാ കുറച്ച് കളിപ്പായി പറഞ്ഞു പെട്രോൾ പമ്പ് എത്തുന്ന എത്തി കണ്ടടാ ഒറ്റ വാക്ക് നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ചേട്ടാ വണ്ടി കയ്യില് കണ്ണ് അവിടേക്കും ഇങ്ങനെ വന്ന് ഇടിച്ചാ വെടിയേക്കും കയ്യില് ഗണ്ണുണ്ടെങ്കിൽ അത് നീ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വണ്ടി ഇടിച്ച എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് സോറി പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നൊക്കെ ഞങ്ങളാ തീരുമാനിക്കുന്നത് മനസ്സിലായ സോറി പറഞ്ഞ ഒരാൾ സോറി പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നീ ഒരുത്തിനെ തന്തയ്ക്ക് വിളിച്ചു എന്നിട്ട് അവൻ തിരിച്ചു ഇതിനടുത്ത് പറയാ സോറി എന്ന് പറയുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് നിന്റെ തീരുമാനം അതേപോലെയാണ് ഞങ്ങളുടെ വണ്ടി വന്ന് അടിച്ചാൽ വേറെ സോറിക്ക് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്രേ പറഞ്ഞുള്ളൂ അതുകൊണ്ടാ വെടിവെച്ചെന്ന് പറഞ്ഞതാ അതുകൊണ്ടാ വെടിവെക്കേണ്ട ആവശ്യമുണ്ടോ നീ പറയേണ്ട ആവശ്യമില്ല ഇവിടെ വെടിവെക്കണ ആവശ്യമുണ്ടോ ഇല്ലോ ഒന്നും പറയാനില്ലല്ലോ നീ കൊണ്ട് ഇടിച്ചതല്ല മനസ്സിലായോ ഞങ്ങളുടെ കുറച്ച് നേരം റോഡിന്റെ നിർത്തുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ വണ്ടി വന്ന് ഇടിക്കുന്നുണ്ട് അതേപോലെ ഈ വണ്ടി ഇടിച്ചപ്പോ കയറി അടിച്ചതാണ് അങ്ങനെ 2-3 വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചപ്പോ ഇതായി പോയതാ ഇതാരും വിൻസെന്റ് ആയിരുന്നോ അല്ല ഇതാരും വിൻസെന്റ് ആയിരുന്നോ അല്ല ഇത് വിൻസെന്റ് ആണോ വിൻസെന്റ് ആണോ കഷ്ടകാലത്തിന് ഇങ്ങനെ തന്നെ വെടിവെച്ചല്ലോ മര്യാദക്ക് സംസാരിച്ചു ഇനി നിനക്ക് കലിപ്പെല്ലാം ഉണ്ടെങ്കില് നമ്മളെ കലിപ്പായിട്ട് സംസാരിക്കുള്ളൂ മനസ്സിലായോ ഒരു ഗ്യാങ് മെമ്പർ വന്നേക്കും എന്റെ അമ്മോ ഈ അതാരാ ഇനി ആർക്കും അടിക്കണ്ടേ ഞാൻ അങ്ങോട്ട് വരാം എടാ എത്ത് ഇനി ആർക്കും അടിക്കണ്ടേ എടാ ഇവിടെ പറഞ്ഞു എത്തിന്റെ അവിടുത്തെ പമ്പ പറഞ്ഞു നീ ഏതാ ഇവിടെ ഏതാ ലാസ്റ്റ് പറഞ്ഞ കത്തീറ അവളെ ഇവിടെ കത്തീര എല്ലാവളുമാരും കത്തീരി സിറ്റുവേഷൻ ഉണ്ട് എല്ലാരും 50-11 അടിക്കൊന്നും ഇവിടെ ചുമ്മാ ഒന്ന് വണ്ടി അടിച്ചിട്ട് കോണ അടിക്കുന്നുണ്ടോ അവൻ അടിക്കൊന്ന് പെട്രോൾ അടിക്കാൻ ഇങ്ങനെ തിരിച്ചടിക്കുക ഗൈസ് ഒരു സിറ്റുവേഷനിൽ നമ്മൾ സോറി പറയണോ അത് നമ്മൾ ചെയ്തതാണോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല വണ്ടി ഞങ്ങളെ കൊണ്ടിടിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല റിയാക്ട് ചെയ്യണേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ പറയും അപ്പൊ അവ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല പറഞ്ഞു പഠിപ്പിക്കണ്ട അല്ല ഇത് ആരാ റേഡിയോ കോള് റേഡിയോ പിന്നെ വെറുതെ റേഡിയോ കോള് വെറുതെ തോക്കെടുക്കണ കൈവെക്കണ രണ്ടെണ്ണം കൈവെക്ക് ഗണ്ണം ചെയ്തേ എന്ത് പ്രശ്നം എടാ ഇവനെ അല്ല ബ്രോ സംസാരിക്കാൻ വേണ്ടിയല്ലേ ബ്രോ വരുന്നേ അതാ പറഞ്ഞ ഇപ്പൊ നമുക്ക് സംസാരിക്കാം
എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അല്ല നമ്മുടെ കൂടുതൽ ആളെ എന്തിനാ കടിച്ചിട്ട് കത്തിക്കാൻ വേണ്ടി? നമ്മുടെ കൂടുതൽ ഞാൻ കാര്യം പറയാം. നമ്മളിവിടെ പെട്രോൾ എടുത്തോണ്ടിരിക്കണേ. നമ്മള് പെട്രോൾ അടിച്ച് ദൂരെ നിന്ന് പറഞ്ഞ സൈഡിൽ നിന്ന് പറഞ്ഞ എല്ലാവർക്കും കാണാൻ നമ്മളെ വണ്ടി കൊണ്ട് പിക്ക് ചെയ്തു. മനസ്സിലായി? പമ്പിലേക്ക് വരുന്ന ഒരു മര്യാദ ഒക്കെ ഇല്ല. നേരെ വന്ന് ഇടിച്ച കയറി നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് വെളിയിലിറങ്ങി ആള് നിൽക്കുക. വണ്ടി ഞാൻ നോക്കുന്ന നേരെയാണ് പൊക്കിക്കൊണ്ടിരുന്നത്. ആ ടൈമിൽ എടാ ടിവിയിലെല്ലാവരും വന്നടാ. 5011 പെട്ടെന്ന് വന്നേ പമ്പില്. ഇവന്മാരുടെ തലയിൽ തന്നെ പോയി വെച്ചല്ലോടി. അണ്ണ ഒരു വാക്ക് പറഞ്ഞ പമ്പ് ഞാൻ പൊട്ടിക്കും. ഞാൻ കാര്യം പറഞ്ഞുതരാം. വണ്ടി ഇതുപോലെ വന്ന് തട്ടിയപ്പോ രായൻ ഗണ്ണെടുത്ത് ഫയർ ചെയ്ത സമയത്ത് ഉടനെ അവൻ വന്ന് പറയാം ഗണ്ണെടുത്ത് ഫയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഗ്യാങ് റിയാക്ട് ചെയ്യണത് ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. അതിപ്പോ നിങ്ങളാണേലും ആരാണേലും ഞങ്ങൾ റിയാക്ട് ചെയ്യണ രീതി ഇതാണ്. അപ്പൊ ഞങ്ങൾ ഗണ്ണും പിടിച്ചു നടക്കുന്നത് വെടിവെക്കാൻ തന്നെയാണ്. അപ്പൊ അവന്മാരെ ദേഹത്തൊന്നും വെടിവെച്ചില്ല, കാറിലാണ് വെടിവെച്ചത്. കാറിൽ 2 വെടിവെച്ച്. എന്നിട്ട് എന്തിനാണ് വേണ്ടി ഇടിച്ചത്? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ചില ആൾക്കാർ ചിലപ്പോൾ ഓക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയണത് കേട്ടോണ്ടിരിക്കും. ചില ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ റിയാക്ഷൻ ഒരു ഇതുണ്ട്. അതേപോലെ അവൻ റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ അവൻ എടുത്ത് നിങ്ങളുടെ കൂട്ടത്തിലെടുത്ത് പഠിപ്പിക്കണം നമ്മളെ. ഗണ്ണെടുത്ത് വെടിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമോ, അങ്ങനെ പഠിപ്പിക്കണ്ട. എന്നിട്ട് പറഞ്ഞു ഇനി കൊണ്ടിടിച്ച് ഇതുപോലെ വെടിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അടിച്ചിട്ടു. അത്രേ ഉള്ളൂ. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കത്തിക്കേണ്ട ആവശ്യം കത്തിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് ടി വി എന്നാണ്. ഇനിയും കത്തിക്കും. നിന്നെ നീ ഇവിടെ ആയുധം നിന്നെയും കത്തിക്കും. കാണണോ നിനക്ക്? അല്ല കാണണോ? കാണാനൊന്നും ഇല്ലാത്ത എന്താ? ഇവന്മാരുടെ കൂട്ടിയും കത്തീര്. വേറെ ആരും അറിയാനുള്ളതെന്ന് ചോദിക്കട്ടെ. ഇവന്മാരുടെ കൂട്ടിയിട്ട് കത്തീര് മൊത്തത്തിൽ കത്തീര്. ഇവനെ മൊത്തത്തിൽ കത്തിച്ചു. മാറി. ഇനി ഏതവനെ ചോദിക്കണ്ടെന്ന് അറിയാണല്ലോ. മൊത്തത്തിൽ കൂട്ടിയിട്ട് കത്തീര്. നിന്റെ പേരെന്ത്? ഗ്യാങ് ആണോ? അവനെ കത്തിരി. ഈ ബെല്ലെന്ന് പറഞ്ഞാരാ? എന്ത് ശാന്തമായിട്ടിരുന്ന പമ്പാണ്. ഒന്ന് നോക്കി. എടാ വാ, സിറ്റുവേഷൻ ലീവ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും തെളിവുണ്ടെങ്കിൽ അവന്മാര് ചോദിക്കട്ടെ.